ബിയർ നിർമ്മാണ കമ്പനികൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ. ആവശ്യം 500 മില്ലിയുടെ അലുമിനിയം ബോട്ടിലുകൾക്ക് കടുത്ത ക്ഷാമമായതിനാൽ ഇറക്കുമതി ചട്ടത്തിൽ കുറച്ചുകാലം ഇളവനുവദിക്കണം. ക്ഷാമം കുറച്ചൊന്നുമല്ല, വേണ്ടത് 13 കോടിയോളം 1/2 ലിറ്റർ ബോട്ടിലുകൾ. ഇത് ആകെ വിൽപ്പനയുടെ 1/5. സർക്കാരിന് 1300 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടാകുമെന്നും മുന്നറിയിപ്പ്. കമ്പനികളുടെ നഷ്ടം നിൽക്കട്ടെ, ഉപയോക്താക്കളുടെ പ്രയാസം എങ്ങനെ പറഞ്ഞറിയിക്കും? സോഹോയുടെ അറട്ടൈക്ക് പിന്നാലെ പുതുതരംഗം സൃഷ്ടിച്ച് മാപ്പിൾസ്. ജിമെയിലിനാണ് അറട്ടൈ വില്ലനാകുന്നതെങ്കിൽ ഗൂഗിൾ മാപ്സിനാണ് മാപ്മൈ ഇന്ത്യയുടെ മാപ്പിൾസ് വെല്ലുവിളി സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത്. തനി സ്വദേശി കിടിലൻ ഫീച്ചറുകൾ. ഇക്കണക്കിന് പോയാൽ ഗൂഗിൾ കെട്ടുകെട്ടേണ്ടി വരുമോ? ടാറ്റ ക്യാപിറ്റൽ IPO പുതിയ ഹിറ്റാകുമെന്ന് കരുതിയവർ നിരാശയിൽ. ലിസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ ഓഹരി വിലയിൽ ഏകദേശം ഉയർച്ച 1% മാത്രം. സമാഹരിച്ചത് 15,512 കോടി രൂപ. വളർച്ചാ സാധ്യത പരിമിതമോ? ടാറ്റ ഇതിനു മുമ്പ് ലിസ്റ്റ് ചെയ്ത ടാറ്റ ടെക്നോളജീസിന്റെ ഓഹരി ഇതിനകം നിക്ഷേപകർക്ക് നൽകിയ നഷ്ടം 21%. ട്രംപിന്റെ 50% അധിക നികുതി ഇന്ത്യൻ വസ്ത്ര കയറ്റുമതിക്കാർക്ക് കനത്ത തിരിച്ചടിയെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഇന്ത്യയുടെ വസ്ത്ര കയറ്റുമതിയിൽ 28% US-ലേക്കാണ്. 85% കമ്പനികളിലും ഓർഡർ കുറഞ്ഞ് ചരക്ക് കെട്ടിക്കിടക്കുന്നതായും പഠനം. പ്രവാസികൾക്ക് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ രജിസ്ട്രേഷൻ നടപടി കൂടുതൽ ലളിതമാക്കാൻ സെബി. KYC വെരിഫിക്കേഷൻ നടത്താൻ ഇന്ത്യയിൽ നേരിട്ടെത്തേണ്ട വീഡിയോ KYC അവതരിപ്പിക്കും. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.